ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓറഞ്ച് വ്ളോഗ്സ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇതിൽ ഞാൻ പുഡിംഗ് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് ചൈനീസ് ഗ്രാസ്, പിന്നെ ഒരമുറി നാളികേരത്തിൻ്റെ തേൻപാല്, പിന്നെ നെയ്യിൽ വറുത്തെടുത്ത നാളികേരക്കൊത്ത്, മുന്തിരി, കാഷ്നട്ട്, പിന്നെ കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശംഖുപുഷ്പത്തിൻ്റെ നീര്, ശംഖുപുഷ്പം പൂവ് കുറച്ച് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് പിഴിഞ്ഞെടുത്ത നീര്, അതേപോലെ തന്നെ ചെമ്പരത്തി പൂവിൻ്റെ നീര് കുറച്ച് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് പിഴിഞ്ഞെടുത്തത്, പിന്നെ 1 കപ്പ് ഷുഗർ. ഇതാണ് നമുക്ക് ഇവിടെ ആവശ്യമായി വരുന്നത് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിനു വേണ്ടി നമ്മൾ ഗ്യാസ് ഓണാക്കി ഒരു ഫ്രൈ പാൻ വെച്ചു. ആ ഫ്രൈ പാനിലേക്ക് നമ്മൾ 10 മിനിറ്റ് നേരം ചൈനീസ് ഗ്രാസ് 2 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് അത് തിളയ്ക്കുന്ന, അതായത് തിളച്ച് സെറ്റാവുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നല്ല തിള വന്ന് അത് മെൽറ്റായി വരും. മെൽറ്റായി വരുന്ന സമയത്ത് 1 കപ്പ് ഷുഗർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ല രീതിയിൽ സെറ്റായി വരും. അത് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്ന് അത് ഷുഗറും ചൈനീസ് ഗ്രാസും മെൽറ്റായി വന്നു. അത് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇത് നമ്മൾ ചെയ്യുന്നത് തീയെ അധികം ഒരു ഫുള്ളിലിടണ്ട, ചെറിയ രീതിയിൽ ഇട്ടാൽ മതി കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കണേ. അന്ന് തീരെ സ്ലോവിലാവാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ ഇത് സെറ്റാക്കണം. അത് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞാൽ നമ്മളവിടെ ഗ്യാസ് ഓഫാക്കി. ഇനി നമ്മളവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെയും നാളികേരപ്പാലിൻ്റെയും ചെമ്പരത്തി പൂവിൻ്റെയും ഇതിലേക്ക് ഈ മിശ്രിതം, അതായത് ഷുഗറും ചൈനീസ് ഗ്രാസും കൂടിയുള്ള ഈ മിശ്രിതം നമ്മളതിലേക്ക് മിക്സ് ചെയ്യുക. അതിലേക്ക് മിക്സ് ചെയ്യണേക്കാൾ മുന്നേ നമ്മൾ നട്ട്സ് ആ പാത്രത്തിൽ സെറ്റാക്കി അതിലിട്ട് കൊടുക്കുക. നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ മിശ്രിതം, അതായത് ചൈനീസ് ഗ്രാസും ഷുഗറും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഇതിലേക്കും പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ലിക്വിഡിലേക്കും കുറച്ച് നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. കുറച്ച് ഒരു ഫ്ലേവർ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് വെച്ചിട്ടുള്ളൂ. നാളികേരപ്പാൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ഇത്തിരി പരന്ന പാത്രം എടുത്തു, അതായത് ഒരു കിണ്ണത്തിലിട്ടു. അതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് നട്ട്സ് ഇട്ട് കൊടുത്തു. ഈ ചൈനീസ് ഗ്രാസിൻ്റെയും ഷുഗറിൻ്റെയും മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് ചൂടോട് കൂടി തന്നെ ചെയ്യണം. ഇത് ചൂടാറാൻ 1 മണിക്കൂർ, അതായത് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വയ്ക്കുക. 1 മണിക്കൂർ, കറക്റ്റ് 1 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് നമുക്കത് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു പുഡിംഗ് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ശംഖുപുഷ്പത്തിൻ്റെയും ഒന്ന് ചെമ്പരത്തി പൂവിൻ്റെയും ഒന്ന് തേങ്ങാപ്പാലും
ഇത് ഞാൻ ഇവിടെ എല്ലാവരും ടേസ്റ്റ് ചെയ്തവരൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമായത് തേങ്ങാപ്പാലിലുള്ളതാണ് കേട്ടോ. തേങ്ങാപ്പാലിലുള്ളത് കഴിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ശരിക്കും നമുക്കൊരു പുഡിങ്ങായിട്ട് നല്ല ടേസ്റ്റുള്ള, അധികം സമയവും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ ചൈനീസ് ഗ്രാസ് മാത്രമേ നമുക്ക് പുറത്തുനിന്ന് മേടിക്കണ്ടോ. അത് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. എല്ലാവരും വാങ്ങിച്ച് ചൈനീസ് ഗ്രാസ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. അതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് ലൈക്ക് ചെയ്യണം.